CPM-ന് മൂന്നാം മൂഴം വട്ടപൂജ്യം. ഇത് മാറ്റത്തിന്റെ തിരഞ്ഞെടുപ്പ്. CPM-ഉം കോൺഗ്രസും കൊള്ളക്കാരെന്നും രാജീവ് ചന്ദ്രശേഖർ. കേരളത്തിൽ LDF-നും UDF-നും ബദലായി NDA ഭരണം ഉണ്ടാകുമെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കഴിഞ്ഞ 70 വർഷമായി കേരളം ഭരിച്ച ഇരു മുന്നണികളും ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും ഇവർ ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന സർക്കാർ വീണ്ടും വോട്ട് ചോദിക്കുന്നത് നാണക്കേടാണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനമായി കേരളം മാറി. അതിനാൽ തന്നെ CPM-ന് മൂന്നാം തവണ ഭരണമുണ്ടാകാനുള്ള സാധ്യത വട്ടപൂജ്യമാണെന്നും രാജീവ് പറഞ്ഞു. LDF-ഉം UDF-ഉം കൊള്ളക്കാരാണെന്നാണ് രാജീവിന്റെ ആരോപണം. പുറത്ത് പരസ്പരം പോരടിക്കുമ്പോഴും ഡൽഹിയിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഇവർ കൈകോർക്കുന്നു. കേരളത്തിൽ മാത്രമാണ് ഇവർ ശത്രുക്കളായി അഭിനയിക്കുന്നതെന്നും രാജീവ് പരിഹസിച്ചു. കഴിഞ്ഞ 11 വർഷമായി കേരളത്തിൽ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന വികസന നേട്ടങ്ങൾ കേരളത്തിലും യാഥാർത്ഥ്യമാക്കാൻ NDക്ക് ഒരു അവസരം നൽകണമെന്ന് രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. ഇത് വെറുമൊരു തെരഞ്ഞെടുപ്പല്ല, മറിച്ച് കേരളത്തിന്റെ ഭാവി നിശ്ചയിക്കുന്ന പോരാട്ടമാണെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ കൂട്ടിച്ചേർത്തു. സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ BJP നയിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ഇത്തവണ നേമം മണ്ഡലത്തിൽ നിന്നാണ് ജനവിധി തേടുന്നത്. മുൻ അധ്യക്ഷൻ K. സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് മത്സര രംഗത്തുണ്ട്. BJPയുടെ മൂന്നാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക കൂടി പുറത്തുവരുന്നതോടെ പ്രചാരണം കൂടുതൽ ശക്തമായിരിക്കുകയാണ്.